ഞാൻ രാവിലെ ഒരു ദീർഘയാത്ര ഒരു 2 മണിക്ക് എത്തി. അത് കഴിഞ്ഞ് 2:30 അടുത്ത യാത്രക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു വനിതാ പോലീസും ഒരു പോലീസും അതിൻ്റെ നടുക്കൊരു ഹിപ്പി മുടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ മീൻസ് 2:30 മണിക്ക്. അവർ നിരന്തരമായി ഫോൺ വിളിക്കുന്നുണ്ട്. പോലീസുകാരൻ ഉമ്മാനെ വിളിക്കുന്നുണ്ട്, വാപ്പാനെ വിളിക്കുന്നുണ്ട്, അമ്മാവനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നത്, കാരണം നമുക്കതിൻ്റെ അടുത്തേക്ക് ചെന്നുകൂടാ, കാരണം ചിലപ്പോൾ നമ്മളെയൊക്കെ നോട്ടം ഇട്ട് വെക്കും. കാരണം അങ്ങനത്തെ ഒരു ടീമാണ് നടുക്കിയിരിക്കണ ചെറുപ്പക്കാരനൊന്നും പറഞ്ഞുകൂടാ. ഒരു 16 വയസ്സ് പ്രായം. അപ്പൊ ഈ പോലീസുകാരൻ ചോദിക്കുന്നത്, നിങ്ങളെ മകനെ ബൈക്കും കൊണ്ട് നിങ്ങൾ എങ്ങട്ടാ പറഞ്ഞയച്ചത് എന്നാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ കളി കാണാൻ പോയതാണ് എന്ന് പറയുന്നുണ്ട്. ലൗഡ് സ്പീക്കറിലിട്ടാണ് ഇവൻ കേൾക്കാൻ. ഇനി നിങ്ങളുടെ മകനെ ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ എന്നാണ് അടുത്ത ചോദ്യം. ഞാൻ പോകുന്ന എറണാകുളം ട്രെയിനിലുണ്ട്. എറണാകുളത്തെ ഒരു കോടതിയിൽ ഇനി ആ കുട്ടിയെ ഹാജരാക്കണം. ലഹരിയാണ് കേസ്. ആ മാതാപിതാക്കള് വിളിക്കുന്ന സമയത്ത് അവരോട് പറയുന്നത്, നിങ്ങൾ ഈ കുട്ടിയുടെ ഉപ്പയാണോ, നിങ്ങൾ ഈ കുട്ടിയുടെ ഉമ്മയാണോ എന്നാണ്. നമുക്ക് എന്ത് സംഭവിച്ചാലും ഈ ദുനിയാവില് നമ്മളെ തന്നെയാണ് എല്ലാവരും വിളിക്കുക. ഇനി പരലോകത്ത് ചെന്നാലോ അവിടുന്ന് വാപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ് നമ്മളെയൊക്കെ വിളിക്കുക. അപ്പൊ ഇത് ഒരു മുറിഞ്ഞു പോണ ഒരു ബന്ധമല്ല. നമുക്ക് ഈ ആലം ദുനിയാവിലേക്ക് അള്ളാഹു നമ്മളെ അയച്ചത് ഒരു ഒന്നായിട്ട് കുറെ താറാവും കൂട്ടം പറഞ്ഞയച്ചതുപോലെയല്ല. നമുക്കൊരു കൃത്യമായ ഐഡന്റിറ്റി ഉണ്ട്. മുമ്പൊക്കെ പറഞ്ഞിരുന്നു 2000-ന്റെ നോട്ടുമ്മ ചിപ്പുണ്ട് എന്ന് പറഞ്ഞ്, പിന്നെ അത് കളിയാക്കി അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഈ ചിപ്പ് അതേപോലെയല്ല. കോടാനുകോടി മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടും പടച്ച റബ്ബിന്റെ അടുത്തുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തീർന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ രാവിലെ ജനിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡാക്ടിലോഗ്രാഫിയും വ്യത്യസ്തമാണ്. പടച്ചോൻ കുറേയാണ് പടച്ചു. ഇനിയിപ്പത് മടുത്തിക്കണത്, ഇനി നിർത്തുക, ഏതായാലും ഇനി ഖിയാമത്തോടു കൂടിയാണ് അവസാനിപ്പിക്കുക എന്ന് തീരുമാനിച്ചൊരു കമ്പനിയോ ഒരു ഫാക്ടറിയോ ആയിരുന്നെങ്കിൽ പുതിയത് ജനിക്കുന്ന കുട്ടിക്കൊന്നും ചിലപ്പോൾ വിരലറ്റൊന്നും ഉണ്ടാവില്ല. മതി, ഇത് നിർത്തി, ഇനി ഇത് ആവൂല അത്. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ജനിക്കുന്ന കുട്ടിക്കും ആ കമ്പനിയിൽ നിന്ന് വരുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്ക് വളരെ കൃത്യമാണ്. നമ്മളുടെ മുഖം ആകെ 15 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയുള്ളത്. ഈ വീതിയിലാണ് നമ്മളുടെ പള്ളുരുത്തിയിലും കൊച്ചിയിലും എറണാകുളത്തൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ മുഖം തിരിച്ചറിയണം. ഈ ഒരു അല്ലേ, നമ്മളെ കുപ്പായ ഊരിയൊക്കെ ഇല്ലല്ലോ, നമ്മളെ മോനാണോ അതോ അളാപ്പാന്റെ മോനാണോ അതോ കാതറാക്കാന്റെ മോനാണോ, കുപ്പായം ഊരിയൊക്കെ ഇല്ല. ഇവിടെ ഈ ഒരു പ്രദേശമാണ് കാണുന്നത്. ഈ ഒരു പ്രദേശം കൊച്ചിയിലുള്ളവരെ മാത്രമാണോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ? അല്ല. നിങ്ങൾ ഹറമിൽ ചെന്നിട്ട് ഒരാളെ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ തുർക്കിക്കാരനാണോ, അതിനും കുപ്പായ ഊരി നോക്കണ്ട. പകരം ഈ ഒരു സ്ഥലം. അപ്പോ നമ്മൾ ഇതുപോലെ നമ്മളെ കൃഷ്ണമണിന്റെ ഉള്ളു പോലെ ഈ മുഖത്തെ പോലും അള്ളാഹു ഇത്ര കൃത്യമാക്കി സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരു പൂർണ്ണമായ ലക്ഷ്യം നമ്മളെ കൊണ്ടുണ്ട്. ആ ലക്ഷ്യം ഞാൻ സൗണ്ട് കുറച്ചതേ, നിങ്ങൾ കുറച്ചല്ലേ. ഞാൻ എന്താ അറിയോ, സ്ത്രീകൾക്ക് കേൾക്കാത്തോണ്ട് എന്താ അറിയോ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അടുത്ത ക്യാമ്പിനും വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൗണ്ട് കുറച്ചത്. ചിലർക്ക് പറയും ഭയങ്കര ശബ്ദമായി പോയി, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിച്ചത്. അപ്പോ അള്ളാഹു സൃഷ്ടിച്ചതിൽ ലക്ഷ്യമുണ്ട് എന്ന് ഉണ്ട്. അത് തിരിച്ചറിയുന്നവരുമുണ്ട്, തിരിച്ചറിയാത്തവരുമുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിയുന്നവരുമുണ്ട്, തിരിച്ചറിയാത്തവരുമുണ്ട്. ഒരു പൂച്ച ഗുഡ്സിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആ ഗുഡ്സുകാരൻ ഒരു മത്സ്യം കൊടുക്കും. ആ ഒരു മത്സ്യം കൊടുത്ത
ആ ഗുഡ്സുകാരൻ അവിടെ നിൽക്കുമ്പോ തന്നെ ഈ പൂച്ച ഇതും കൊണ്ട് ഓടുകയാണ്. ഓടിപ്പോയിട്ട് വീണ്ടും ആ പൂച്ച വരുന്നു. ഉടനെ ഒരു മീനും കൂടെ അയാള് ഇതിന്റെ വേസ്റ്റ് ഇട്ടു കൊടുക്കുകയാണ്. അപ്പോ ഇത് നോക്കി നിന്ന അയൽവാസിയായ മനുഷ്യൻ ഇങ്ങനെ ഓടി, ആദ്യത്തെ മീൻ എങ്ങോട്ടാ പോയതെന്നാണ്. ആദ്യത്തെ മീൻ ഈ ഉമ്മയാകുന്ന പൂച്ച ആദ്യം പ്രസവിച്ച ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയും കൂടിയാണ് അടുത്ത 3 കുട്ടികളെ നോക്കുന്നത്. അപ്പൊ അതിനുള്ളതാണ് ആദ്യം കൊണ്ടുപോയി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുത്തത് പിന്നീട് ജനിച്ച മക്കൾക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പൂച്ച ഒന്നുകൂടി വരണം, ഇനി എനിക്കുള്ളത് തരീന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇത് കണ്ടിട്ട് അബ്ദുൽ ഗഫൂർ സാഹിബ് എന്ന് പറയുന്ന സഹോദരൻ പറയാം, പടച്ച റബ്ബിന് കാരുണ്യമുണ്ട് എന്ന് അറിഞ്ഞവരുമുണ്ട്, അറിയാത്തവരും. പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ അംശങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആ 100ൽ 1 ഈ പൂച്ച കാണിച്ചത്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെയാണ് കാണുന്നത്, പൂച്ചനെയും നായിനെയൊന്നും നമ്മൾ കാണാത്തോണ്ട് മനുഷ്യന്മാരെ കാണുമ്പോൾ മനുഷ്യന്മാരെ കരുണ്യൊക്കെ വറ്റിപ്പോയി, അപ്പൊ പടച്ചോൻ്റെതും വറ്റിപ്പോയി കാണും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരുണ്യകനായ റബ്ബ്. അപ്പൊ ഖുർആൻ പറയുന്നത് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സാമ്പത്തികമുണ്ടാകാം, ശാരീരികമുണ്ടാകാം, അല്ലെ? അപ്പൊ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു. നമ്മളെ സൃഷ്ടിച്ചത് കണ്ണ്, കാത് ഒക്കെ ഓരോരോ ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹ് വേർതിരിച്ചിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് കണ്ണിന് വേറൊരു ആശുപത്രി, മൂക്കിന് വേറൊരു ആശുപത്രി, തലക്ക് വേറൊരു ആശുപത്രി, ഞരമ്പിന് വേറൊരു ആശുപത്രി, അതിന് വേറെ ഡോക്ടർ, വൃക്കക്ക് വേറെ ഡോക്ടർ, പിന്നെ ഹാർട്ടിന് വേറെ ഡോക്ടർ, എല്ലിന് വേറെ ഡോക്ടർ, എന്നിട്ടത്തെ ഗവേഷണം അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിവിപുലമാണ്. ഇത്രയും സങ്കീർണമായ ഭൂമുഖത്തെ ഒരു സൃഷ്ടിയെ അള്ളാഹു സംവിധാനിച്ചിട്ട് അതിൽ നമുക്ക് എല്ലാം പരിഹരിച്ചു തരാൻ കഴിയുന്ന റബ്ബ് ആണ്. ആ റബ്ബ് നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ തരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല പടച്ചോ ഇത് തരുന്നത്. ഇന്ന് ആത്മഹത്യകൾ കൂടി വരുന്നു. ഞാൻ ഉസ്താദിന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുക, അദ്ദേഹം ഓരോന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തി തരികയാണ്. അഥവാ നമ്മൾക്ക് ഒരു വഴി നടന്നു പോകുമ്പോ മുന്നേക്ക് കണ്ണ് കണ്ടിട്ടില്ലെങ്കിൽ വഴി അടഞ്ഞു എന്നും തോന്നും. മുന്നേക്ക് കണ്ണ് കണ്ടില്ലെങ്കിൽ വഴി അടഞ്ഞു എന്ന് തോന്നും. ഈ വഴി അടഞ്ഞു എന്ന് തോന്നുന്നത് നമുക്ക് കണ്ണ് കാണാത്തത് കൊണ്ടാണ്. വഴി അടഞ്ഞിട്ടില്ല, വഴി വീണ്ടും 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 മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അകക്കണ്ണാണ് നമ്മളുടെ ഈമാൻ. ആ അകക്കണ്ണ് കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെയും ആ അള്ളാഹു പറഞ്ഞയച്ച മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തെയും നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് 2 കണ്ണ് കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഒന്ന് അള്ളാഹു നൽകുന്ന ആയത്തുകളുടെ കണ്ണും, 2 മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന സതുപദേശത്തിന്റെ കണ്ണും. ആ 2 കണ്ണും നമ്മൾ മുന്നോട്ട് തുറന്നു വെക്കുമ്പോഴാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ വഴികൾ കാണുക. 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഒരു പേപ്പറിന് തോറ്റ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യയുടെ വിവരം അറിഞ്ഞ ആ ക്ലാസ്സിലെ മറ്റേ കുട്ടികൾ എന്താ പറയാ, എന്ത് പൊട്ടനാണ്, എന്ത് വിവരം കേട്ടോ, ഇത് കഴിഞ്ഞൊന്ന് എഴുതിയാ പോരെ. ആ പറഞ്ഞ കുട്ടി പ്രവാചകനല്ല, അള്ളയല്ല. ഈ കുട്ടിക്ക് വഴി മുട്ടിപ്പോയിടത്ത് അവന്റെ സുഹൃത്തിന് എന്തുണ്ട്, വഴി പറഞ്ഞു കൊടുക്കാനുണ്ട്. നമ്മൾ വഴിമുട്ടി എന്ന് തോന്നുന്നിടത്ത് നമ്മളെ സുഹൃത്തിനെ പോലെയുള്ള, നമ്മുടെ ഉപ്പയെ പോലെയുള്ള മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. ആ വഴികൾ നമുക്ക് കേൾക്കാനും അറിയാനും സാധിക്കണം. മനസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. ഒരു കുഴപ്പം, ഞാനൊരിക്കൽ ഒരു സ്കൂളിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റിന്റെ കസേരയില് രാവിലെ തന്നെ വന്നിട്ട് തടിച്ച് നല്ല ആരോഗ്യമുള്ള വെളുവെളുപ്പുള്ള
നല്ല മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട മുടിയായി വാർന്നു വെച്ച ഒരു പിതാവിനെ കാണുകയാണ്. അപ്പോ സ്വാഭാവികമായും അങ്ങനെ ഒരു പിതാവിനെ നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, കാരണം മുസ്ലിമാണ് എന്നുള്ളത് നമുക്ക് അടയാളം കൊണ്ട് മനസ്സിലാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കൈ പിടിച്ച് ഉടനെ എന്നെ ഒരൊറ്റപ്പിടിയാണ്, ഒറ്റപ്പിടി. അപ്പൊ നമ്മൾ ലോക്യത്തിലാണെന്ന് വിചാരിച്ചു. പിന്നീട് ആ പിടി വല്ലാതെ മുറുകി വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പൊ ഞാൻ കൈ കുറച്ചിങ്ങനെ അകറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ എന്റേതായ ഡ്യൂട്ടിക്ക് നടന്നു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹത്തിന്? അദ്ദേഹം മാനസിക രോഗിയാണ്. ശാരീരികമായോ സാമ്പത്തികമായോ ജോലി സംബന്ധമായോ സാലറി കിട്ടുന്നിടത്തോ ഒന്നും അദ്ദേഹത്തിന് കുറവുള്ള ആളല്ല. എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് മാനസികമായി രോഗം സംഭവിച്ചിരുന്നു. എന്നാൽ മാനസികമായി ഒരു പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് രോഗം ശാരീരികമായി ഉണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനസ്സിന് വിഷമമില്ലെങ്കിൽ ശരീരത്തിന് വിഷമമുണ്ടെങ്കിലും രണ്ടു കാലും തളർന്നു കിടക്കുകയാണെങ്കിലും ഒരു പ്രയാസവും നമുക്ക് വേറെ സഹിക്കാനില്ല. നേരെ മറിച്ച് ശരീരം നല്ലതായിരിക്കുകയും അതിൻ്റെ ഉള്ളിലുള്ള മനസ്സിന് വിഷമമുണ്ടെങ്കിൽ ഈ ശരീരവും ഒന്നിനും പറ്റൂല, എന്നെ കൊണ്ടും ആരും പറ്റൂല, എന്നെ നോക്കാനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല, എന്നെ കാണാനും ഇഷ്ടമുണ്ടാവില്ല, എൻ്റെ വീട്ടുകാർക്ക് എന്നെ പറ്റൂല, എൻ്റെ മക്കൾക്ക് എന്നെ പറ്റൂല. അപ്പൊ നോക്കൂ നിങ്ങൾ, നമുക്ക് അള്ളാഹു രണ്ടും ഒപ്പാണ് പടച്ചത്. പക്ഷേ ആ ഒപ്പം പടച്ചതില് നമുക്ക് രണ്ടും അടുത്താണ് നിൽക്കുന്നത്. പക്ഷെ ആ മനസ്സ് എന്ന അത്ഭുതം, ആ മനസ്സിനെ നിങ്ങൾ നന്നാക്കിയാൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മനസ്സ് നന്നാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിനെ നന്നാക്കാൻ ഉള്ള കാരണം എന്താ? അത് കേടുവരും എന്നതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു മാങ്ങ കേട് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യും? അതിലൊന്ന് സുർക്കയിലിട്ട് വെക്കാം, അല്ലെ? സുർക്കയിലിട്ട് വെച്ചാൽ ഉപ്പിട്ടാൽ മാങ്ങ കേടുവരില്ല, വെറുതെ വെച്ചാൽ കേടുവരും. അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അതിന്റെ നിർമ്മാണത്തില് അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ നല്ലോണം പ്രതിരോധം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാങ്ങക്ക് കേടുവരില്ല, അല്ലെങ്കിൽ അത് കേടുവന്നു പോകും. നമ്മളുടെ അന്തരീക്ഷത്തില് നമ്മൾ സുരക്ഷിതമായിരിക്കുക എന്നതാണ് ഈമാനികമായ ഒരു സംരക്ഷണം. രണ്ടാമത്തേത് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ അതിനെ നല്ല കരുത്തോടു കൂടി വളർത്തിയെടുക്കുക. കരുത്തോടു കൂടി വളർത്തിയെടുക്കുക. ആ കരുത്തെന്താ? അള്ളാഹുവിന്റെ അടിമക്ക് അള്ള പോരെ. അത് എന്താണ്? ഒരു ഉപ്പ മോനെ ഇങ്ങനെ വിളിച്ചിട്ട്, എടാ അനക്ക് എന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചത് എന്റെ ബാപ്പ പോരടോ എന്ന് ചോദിക്കുമ്പോ ആ ഉപ്പ അത് മതി എന്ന മറുപടി അവിടെ സ്വാഭാവികമായി വരും. പക്ഷെ അള്ളാഹു നമ്മളോട് ചോദിച്ച ആ ചോദ്യത്തിന് നമ്മൾ നിരന്തരമായി ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുന്റെ അടിമക്ക് അള്ള പോരെ. ഈ ആയത്ത് മറ്റൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ കേരളക്കരയിൽ, ഇത് ബഹുമാനപ്പെട്ട NV അബ്ദുസ്സലാം മൗലവി റഹ്മഹുല്ലാ അദ്ദേഹം ഖുർആൻ ക്ലാസ് എടുക്കും. അപ്പൊ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിൽ എല്ലാവരും വന്നിരിക്കും, സുന്നി മുജാഹിദും എല്ലാവരും വന്നിരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് മഗ്‌രിബ് കഴിഞ്ഞ് പള്ളിക്കന്ന് എല്ലാവരും കൂടെ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ കയറും. അപ്പൊ മൗലവി ഇങ്ങനെ അള്ളാന്റെ അടിമക്ക് അള്ള പോരേ എന്ന് ഇത് ഇങ്ങനെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞപ്പോ സദസ്സെന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, മൗലവി അത് പിന്നെ എന്താണത്? അത് ആയത്ത് അള്ള പറഞ്ഞതാ? അള്ള ചോദിച്ചതാ? അള്ള ചോദിച്ചതാണ്. അത് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ? അർത്ഥം അങ്ങനെ തന്നെയാണ്. അത് എത്രാമത്തെ സൂറത്തിലാ? അത് 39-ാമത്തെ സൂറത്തില് 36-ാമത്തെ ആയത്താണ്. അതൊരു പേപ്പറിൽ എഴുതി തരുമോ ചേച്ചി? പേപ്പറിൽ എഴുതി കൊടുത്തു, അള്ളാന്റെ അടിമക്ക് അള്ള പോരെ. എന്നിട്ട് അദ്ദേഹം സ്ഥിരമായി ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരു മസ്ജിദ്, സുന്നി മസ്ജിദ് എന്ന് നമുക്ക് വിളിക്കാം, അവിടെ പോയിട്ട് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ ഈ ആയത്ത് ഇത് ആയത്താണോ? ആണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നുള്ള ആയത്ത.
അതിന്റെ അർത്ഥം അള്ളാന്റെ അടിമക്ക് അള്ള പോരെ എന്നാണോ? ആണ്. പിന്നെന്തിനാ നമ്മൾ മൊയ്തീൻ ശൈഖിനെയും മെമ്പറും ഞങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണത്? അല്ല, അത് അങ്ങനെയല്ല. എന്നാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയും കൊണ്ട് ഈ ക്ലാസ്സിലെ സ്ഥിരം പഠിതാവായ ഒരു വ്യക്തിത്വം. അപ്പൊ ഈ ചോദ്യം ഒരു വെറുതെയുള്ള ചോദ്യമല്ല. നമ്മൾ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾക്ക് വിജ്ഞാനം കിട്ടാത്തതിന്റെ കാരണം കൊണ്ടോ അള്ളാഹുവേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ശീലിക്കുക ചെറുത്തടുത്തൊരു പണിയാണത്. റബ്ബേ എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് അല്ലാത്തവരെ മുഹീദ്ദീൻ ശേഖ് എന്ന് വിളിക്കും, ചിലർക്ക് കാഞ്ഞിരമറ്റം തങ്ങളെ എന്ന് വിളിക്കും. അങ്ങനെ അത് എവിടുന്നാണത് കിട്ടിയെന്ന് ചോദിച്ചാൽ പീടിയെന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഒന്നും കിട്ടിയല്ല. അതിങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ശീലിച്ച് കിട്ടിയതാണ്. എങ്ങനെയാണ് നാട്ടിൽ നിന്ന്? ഏതെങ്കിലും പ്രവാചകന്മാര് വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉപ്പൂപ്പാരായിട്ട് കിട്ടിയതാണ്. അതാണ് ഖുർആനി ചോദിക്കുന്നത്. ആ കാലത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ ഈ ആയത്ത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നന്നായത്. എന്തായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് എന്നിട്ട് പറയാ എന്ന് അള്ളാന്റെ പുറമേയുള്ളവരെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കും അവര്. വഴി തെറ്റിയാൽ നമുക്ക് വഴി പറഞ്ഞു തരാൻ അള്ളയല്ലാതെ വേറെ ആരാണുള്ളത്? നോക്കൂ, നിങ്ങളിപ്പോ നാടുകളിലൊക്കെ ലഹരിക്കെതിരെ ഭയങ്കര ഇത് നടക്കുകയാണ്, ഭയങ്കര ക്യാമ്പയിൻ നടക്കുകയാണ്. ആ ക്യാമ്പയിൻ നടക്കുമ്പോ തന്നെ നമ്മളൊക്കെ ചിലരൊക്കെ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്, ഈ മദ്യം ലഹരിയല്ല. അങ്ങനെയാണ് സർക്കാരുകളും ഒക്കെ കണക്കൂട്ടുന്നത്. മയക്കുമരുന്നാണ് ലഹരി. എന്താ മയക്കുമരുന്നില്ലേ അടിച്ചു കഴിഞ്ഞാല് 1-2 മണിക്കൂർ അല്ല, അത് പിന്നെ തലേ കയറി ഓൻ ഭയങ്കര പ്രാന്തനാവും. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അല്ലാതെ കുറച്ച് കുടിച്ചിട്ട് 2 മണിക്കൂർ ലഹരിയായിട്ട് നടന്നാൽ കുഴപ്പമില്ല. എന്നാൽ ഇസ്ലാം എന്താ പറയുന്നത്? ഞങ്ങള് ഒരു മനുഷ്യനെ എങ്ങനെയാണോ നന്നാക്കുക എന്ന് വെച്ചാൽ അവനെ അടുക്കുന്നത്. ഇപ്പൊ വ്യഭിചരിക്കുന്നത് തെറ്റാണോ? വ്യഭിചരിക്കുന്നത് തെറ്റാണ്. എന്നാല് ലിവിങ് ടുഗദർ തെറ്റല്ല. പിന്നെ കാമുകികമേ അതൊന്നും തെറ്റല്ല. ഇസ്ലാം അങ്ങനെയല്ല പറയാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോ അതിലേക്ക് എത്തിക്കുന്നതെല്ലാം തെറ്റാണ് നമ്മളെ പഠിപ്പിക്കും. വ്യഭിചാരം തെറ്റാണെന്ന് പറയുമ്പോൾ അതിലേക്ക് പോകുന്ന എല്ലാ അടുപ്പങ്ങളും തെറ്റാണെന്ന് പഠിപ്പിക്കും. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ അതിലേക്കുള്ള അമിതാർത്തിയെ ഇസ്ലാം എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടുത്തി തരും. അപ്പോ അള്ളാഹുവിലേക്ക് നമ്മളെ അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന എന്താണുള്ളത്? റബ്ബ് അകലെയാണ് എന്ന തോന്നല. അപ്പൊ മുൻകാലത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ എന്താ പറയോ? പടച്ചോൻ ട്രാൻസ്ഫോമർ പോലെയല്ലേ. നമ്മൾ ആരെങ്കിലും ട്രാൻസ്ഫോമറിൽ നേരിട്ട് കറണ്ട് എടുക്കുവോ? ഇല്ല. നമ്മൾ അതിന്നൊരു പോസ്റ്റ് പോയി അതിന്നൊന്നല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോ അവരുടെയൊക്കെ ധാരണയിൽ പടച്ചോന്ന് പറഞ്ഞാല് ഒരു 230 kV സബ്സ്റ്റേഷനിൽ വരുന്ന നേരിട്ടുള്ള ലൈനായിട്ട് അവർക്ക് തൊട്ടാ അടിച്ചു പോകും എന്നാണ്. എന്നാൽ ഖുർആൻ അങ്ങനെ പറഞ്ഞില്ല. അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിനെ ആ സ്നേഹത്തിലും ആ ഇഷ്ടത്തിലും നമ്മളെ ഹൃദയത്തില് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാല് യാ അല്ലാഹ്, യാ ഗഫൂർ, യാ വദൂദ്, യാ റഹീം എന്ന് നമുക്ക് വിളിക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിലോ ആരെയാണോ നമ്മൾ അമിതമായി സ്നേഹിച്ചിട്ട് അതിന് തുല്യമായി, ഇപ്പോ കുട്ടികളോട് ചോദിക്കാം, ഇവിടുത്തെ കുട്ടികളോട് വേറെ കുട്ടികളോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് വിശേഷമൊക്കെ? സുഖം തന്നെയാണ്. ഇജിപ്പോ ആരപ്പ? ഞാനിങ്ങനെ പിന്നെ സിആറിന്റെ ഫാനാണ്, ഇങ്ങനെ മെസ്സിന്റെ ഫാനാണ്. അപ്പോ ഈ ഫാന് എന്ന് പറഞ്ഞാൽ ഈ ഫാനാ? അല്ല. അപ്പൊ ഈ ഫാന് എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഫാന് എന്ന് പറഞ്ഞാല് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കും,
ഒന്ന് ഗൂഗിളിൽ ഇട്ടോക്ക്, ജമ്മിനോടൊന്ന് ചോദിച്ചോക്ക് ഫാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം. അപ്പം കുട്ടികൾ പറയാം, മദ്രസയിലെ കുട്ടികളെ, സർ ഫാൻസ് എന്ന് പറഞ്ഞാൽ ആരാധകര് എന്നാണ്. ആ ഞാൻ പറഞ്ഞ ആരാധനക്കർഹൻ ആരേ ഉള്ളൂ? അതേ ഉള്ളൂ. പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്? ശരിയല്ലേ, എനിക്കത് പറയാൻ പാടില്ലെന്ന്. അറിവാണ് നമുക്ക് തിരിച്ചറിവ്. അറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവിന്റെ കൂട്ടത്തിൽ കുറെ വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവ് വേണം. അപ്പോ അങ്ങനെ നെഞ്ചേറ്റി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് എന്ന് വരുന്നവർക്കൊക്കെ മെസ്സിന്ന് വരും, സിആർ റൊണാൾഡോ എന്ന് വരും, എംബാപ്പേ എന്ന് വരും. കാരണം എന്താ? അതിനേക്കം തിരിയും. അള്ളാഹ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്നേഹമുണ്ടോ അത് നമ്മളുടെ ഒരു വികാരമായി. റബ്ബേ യാ ഇലാഹി യാ ഗഫൂർ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നമുക്ക് റബ്ബിൽ നിന്ന് അകലാൻ രണ്ടാമത്തെ ഒരു കാരണം എന്താ അറിയോ? നമ്മൾ ജീവിതത്തിലെ ഒരു 10-40 കൊല്ലം ഒരു ദീനിനോടൊന്നൊരു സ്നേഹമില്ലാത്ത ജീവിതമായിരുന്നു നയിച്ചത്. അതുകൊണ്ട് ഇപ്പൊ നീ പടച്ചോന്റെ അടുത്തേക്ക് ചെന്നാൽ പടച്ചോ എടുത്തുകാണ്ട് ഒരു ഏറിയാവോ. നമ്മളെ നിസ്കാരമൊക്കെ നമ്മൾ ചെല്ലുമ്പോ കുറെ കാലം ഇങ്ങനെ അന്തം വിട്ട് നടന്നതല്ലേ, ഇത് തീരെ ബന്ധമല്ലാതെ ഇപ്പം വയസ്സാം കാലത്ത് കയറി എന്ന അങ്ങനെയല്ല. അള്ളാഹുവിന് ഇഷ്ടം ആരെയാണ്? വഴി തെറ്റി എന്നതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടക്കേടില്ല. വഴി തെറ്റിയവൻ വഴി മനസ്സിലാക്കുമ്പോൾ ആ വഴിയിലേക്ക് വന്നാൽ നിങ്ങളോടാണ് ഏറ്റവും റബ്ബിന് ഇഷ്ടം. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ധാർമ്മികമായും വിശ്വാസപരമായും വഴി തെറ്റി നടന്നയാളായിരുന്നു. പക്ഷെ ആ വഴിയിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാം ഖലീഫയായി നിർദ്ദേശിക്കപ്പെട്ട ആള് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? അത് അവരുടെ ചരിത്രത്തിലൂടെ വന്നിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവുന്നത്, അല്ല വെറുതെ ആയതല്ല. കാരണം പലപ്പോഴും പ്രവാചകനെ ഭൗതികപരമായി തിരുത്തിയത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അല്ലാഹ് പറയാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് ചെയ്ത അതിക്രമങ്ങളുടെ ആധിക്യം കൊണ്ട് നിങ്ങൾ എങ്ങനാണ്ട് വിഷമിച്ചിരിക്കുന്നു. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, പരമകാരുണ്യകനായ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും റബ്ബ് പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനെല്ലാം പൊറുക്കുന്നവനും കരുണാവാരിധിയുമായ റബ്ബാണ്. അപ്പോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളുടെ ഇപ്പൊ സഹോദരി ചിലപ്പോ ആദ്യ കാലത്ത് വസ്ത്രമൊന്നും മാന്യമായി ധരിക്കാതെ ആ ഒരു എന്താ പറയാ ഒരു പളവളത്തിൽ അങ്ങനെ പോയി. ഇനിയിപ്പൊ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്കൊക്കെ ഹിദായത്ത് കിട്ടിയത് ജനിച്ച ഉടനെ മദ്രസയിൽ നിന്ന് കിട്ടിയത് മുഴുവൻ പിന്നെ നമുക്ക് നിലനിർത്താനായിട്ടുണ്ടാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളുടേതായ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ കൂട്ടുകെട്ട് കൊണ്ടൊക്കെ ചിലപ്പോൾ താമസിച്ച നാടിന്റെ പരിസരത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ നടന്നു കാണും. ഞാൻ ട്രെയിനിൽ നിന്ന് ഒരാളെ കണ്ടു, അപ്പൊ അദ്ദേഹം കാലിനൊക്കെ പഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് ഇതൊക്കെ? അതൊക്കെ ചില വഴിവിട്ട ജീവിതത്തിന്റെ വഴിയായി ദൈവം തന്നതാണ്. വഴിവിട്ട ജീവിതത്തിന്റെ വഴിയായി ദൈവം തന്ന. അപ്പോ നമ്മൾ ഓർത്തു നോക്കൂ, ഇനി മൂന്നാമത്തത് എന്താണ്? പരീക്ഷണങ്ങൾ തരുന്നു എന്നതാണ്. പടച്ചോൻ എന്നെ പരീക്ഷിക്കന്നെ. എന്ത് പനി നാട്ടിൽ വന്നാലും ആദ്യം എനിക്കും എന്റെ കുട്ടിയാക്കും തരും. എന്ത് ഒരു ഒന്നിന്ന് രക്ഷപ്പെട്ട് വേറൊന്നൊക്കെ വന്നു, അപ്പോഴേക്ക് ആ ബിസിനസ് പൊളിഞ്ഞ് പിന്നെ വേറൊന്നൊക്കായി. എന്താണ് റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഈ വഴിയിൽ നിന്ന് പോവുകയാണ്. അല്ലാ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അള്ളാഹു നിരന്തരമായി പരീക്ഷിക്കും, അള്ളാഹ് പറഞ്ഞതാ. അപ്പൊ പരീക്ഷണം കൊണ്ട് എന്താകരുത്? റബ്ബിനെ നമ്മൾ കൈവിടരുത്. ഇപ്പോ ഒരു മനുഷ്യൻ, അയാള് കല്യാണം കഴിച്ച് 10-25 കൊല്ലമായി, അദ്ദേഹത്തിന് മക്കളില്ല. ഒരു പരീക്ഷണമാണ്. അപ്പോ അദ്ദേഹം അങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ അത്രയൊക്കെ കാലം നിസ്കരിച്ചിട്ടും പടച്ചോൻ എന്താ എനിക്ക് കുഞ്ഞുങ്ങളെ തരാത്ത്?
അല്ലേ? പടച്ചോൻ ഇത്ര വിവാദത്ത് എടുത്തിട്ടും പടച്ചോൻ എനിക്കെന്താ രോഗം തരുന്നേ, പ്രഷർ തരുന്നേ, ഷുഗർ തരുന്നേ, കൊളസ്ട്രോൾ തരുന്നേ, അറ്റാക്ക് തരുന്നേ, കിഡ്നി രോഗിയാണ്, എന്താ? അള്ളാഹ് പറഞ്ഞു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് പരീക്ഷിക്കും, പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികമായ കുറവ് കൊണ്ട് പരീക്ഷിക്കും, വിഭവങ്ങൾ കുറവ് വരുത്തിക്കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. എന്നാൽ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത. എന്താണ്? നമ്മളോട് ഒരാൾ ചോദിക്കുക, ഈമാനുള്ള ഇഖ്ലാസുള്ള നിങ്ങളോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷം? അൽഹംദുലില്ലാഹ്. അപ്പൊ എന്റെ കടം വീടിയോ? ഇല്ല, വീടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുട്ടിന്റെ അസുഖം മാറിയോ? ഇല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്റെ ഭാര്യന്റെ അസുഖം മാറിയോ? ഇല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉമ്മാന്റെ അസുഖം മാറിയോ? ഇല്ല, അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ഈ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്, മോനെ ഈ ആശുപത്രി ഒന്ന് പോയി നോക്കൂ. വെനിസ്വല എന്ന് പറയുന്ന രാജ്യം, അത് അമേരിക്കൻ ഐക്യനാടിന്റെ അവിടെ നിന്ന് ഒരു ചെറിയ പാലം കടന്ന് കിടക്കുന്ന സ്ഥലം. അങ്ങോട്ട് കുലുങ്ങി രണ്ട് കുലുക്കം ലക്ഷങ്ങൾ മരിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായി പറഞ്ഞത് 500ഉം 5000 ഒക്കെയാണ്. അതൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ പറയാവൂ. കാരണം മയ്യത്ത് കിട്ടി എണ്ണി വെച്ചത് മാത്രമേ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പുറത്തു വിടുള്ളൂ. നോക്കൂ നിങ്ങൾ, വലിയ 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 ബഹുനില കെട്ടിടങ്ങളും ഹോട്ടലുകളും ഒക്കെ തകർന്നതിൽ അതിൽ പാവങ്ങളെന്നോ പണിക്കാരെന്നോ ഒന്നുമില്ല. മുതലാളി ഉണ്ടാവും, അവിടുത്തെ മെയിൻ മാനേജർ ഉണ്ടാവും, ചിലപ്പോ അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും, സൈനികരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഒന്നായിട്ട് അട്ടിമറിഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള പോലെ തെരഞ്ഞു നോക്കണത് കാണാം. പക്ഷെ തെരഞ്ഞു നോക്കുന്നത് മയ്യത്തുണ്ടോന്നല്ല, ജീവനോടെ ആരെങ്കിലും ഉണ്ടോന്നാ. ഈ കെട്ടിടക്കം ആരുണ്ടാക്കിയ? നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. അവസാനം അതിന്റെ ഉള്ളിൽ തന്നെയല്ലേ പോണത്. അപ്പൊ അതും ഭൂമി കുലുങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ഭൂമി ഒരു പന്താ, പിന്നെ ഇങ്ങനെ കുലുങ്ങുമ്പോ നിങ്ങൾ ഒന്നായിട്ട് കുലുങ്ങണ്ട. ഇല്ല, അത് എങ്ങനെയാ കുലുങ്ങണേ? അവിടെ നമുക്ക് നമ്മളെ ശരീരത്തിൽ ഒരു കുരു ഉണ്ടായാലും എങ്ങനെയാ ആ കുരു പെട്ടെന്ന് പൊങ്ങുമ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ? അതേപോലെ അവിടെ ഇങ്ങനെ എടുത്തിടുകയാണ്. അപ്പോ പരീക്ഷണത്തിന് പല വിധേയങ്ങളുണ്ട്. ഇങ്ങോട്ട് മഴ പെയ്തു, നമ്മളെ നാട്ടിലൊന്നും മഴ പെയ്തില്ല. എന്നാലോ തൊടുപുഴ, മൂവാറ്റുപുഴ അവിടെയാണ് തുറന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് പിന്നെ ഇവിടെയൊക്കെ വെള്ളാവില്ലേ ആകപ്പാട്. അപ്പൊ പരീക്ഷണത്തിന് വലിയ ഒരു ആറ്റം ബോംബ് പൊട്ടൊന്നും വേണ്ട. ഈ പ്രകൃതിയിൽ റബ്ബ് നൽകുന്ന ചെറിയ കാര്യങ്ങളെ ഒരു മണിക്കൂർ നീണ്ടു നിന്നാൽ പരീക്ഷണങ്ങളായി. നമ്മളിപ്പോ നോക്കിയാൽ ഒന്നും കാണില്ല. പക്ഷേ ഇവിടെ ഒരു മൈക്രോസ്കോപ്പ് കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തുണ്ട്. അത് പഠിച്ചു തന്നെയാണ്. കൊറോണ അത്രയും വന്നിട്ട് ഒരാളും തെരഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ. കൊറോണ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടില്ല. നമ്മളൊക്കെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാന്നല്ലാതെ കൊറോണ അറസ്റ്റ് ചെയ്തില്ല. കാരണം എന്താ? അത്രയും. അപ്പോ ഈ ഭൂമുഖത്ത് പരീക്ഷണം തരാൻ അള്ളാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമല്ല. പക്ഷേ അതിൽ നമ്മൾ എത്രയും കാത്തു നിൽക്കുന്നത്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണം വന്നാൽ മുഅ്മിൻ എന്താണ് പറയാ? പല ആളുകളും പലതും പറയും. നമുക്ക് രോഗമായി, നമ്മളെ രോഗം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോൾ പെണ്ണുങ്ങൾക്ക് സുഖമല്ല. അങ്ങനെ പെണ്ണുങ്ങളെ ആശുപത്രിയിൽ അഡ്മിറ്റായി കൊടുന്ന് വീട്ടിലെത്തിയപ്പോ ബാത്റൂമിൽ വീണ്. അപ്പൊ എന്താ ചെയ്യാറിയാമോ? നിങ്ങളല്ല കേട്ടോ, കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് ഇവിടെ ഇപ്പൊ ഒരു തേങ്ങ ഉടക്കേണ്ടി വരും. തേങ്ങ രാവിലെ ഉടച്ചിക്കണം. അല്ല, അതല്ല, വേറൊരു തേങ്ങ ഉടക്കാം. ഏത് തേങ്ങ? അത് ഏത് തേങ്ങ? തേങ്ങ. എന്നാലോ ഈ തേങ്ങ ഉടക്കണ മൂല്യാരി വീഴലൊന്നുമില്ല ഇല്ലേ? തേങ്ങ ഉടക്കണ അയാൾക്ക് അസുഖമൊന്നുമില്ല ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്താണ്? അന്ധവിശ്വാസത്തിൽ കൂടെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി പിശാച് നമ്മളെങ്ങനെ അതിന് ശ്രമം ചെലുത്തിക്കൊണ്ടിരിക്കും. അവിടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖുർആൻ പറയാം, നമ്മളിപ്പോ ഒരാളെ അസുഖമാണ്, ആ കെട്ടേക്കേറ്റ ആശുപത്രി കൊണ്ടുപോയിക്കുകയാണ് എന്ന് കേട്ടപ്പോ നമ്മൾ ഇന്നാ ലില്ലാഹി ചൊല്ലി. അപ്പൊ മറ്റെന്താ പറയുക? ചങ്ങായെ മരിച്ചിട്ടില്ല. അപ്പൊ ആളുകളെ വിചാരം തരും മരിച്ചാൽ ചെല്ലാനുള്ളതാ ഇന്നാ ലില്ലാഹി. അല്ല, ഖുർആൻ പറഞ്ഞു ഇദാ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഒരു വിപത്ത് ബാധിച്ചു എന്നറിഞ്ഞാൽ ഖാലൂ, അവരെ പറയണം ഇന്നാ ലില്ലാഹി, നമ്മളും അല്ലാഹുവിലേക്കാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ അടുക്കലേക്കാണ് മടങ്ങിച്ചെല്ലുന്നത്. ഈ മടക്കം എന്തും ആകാം. നമ്മളെപ്പോഴും റബ്ബിന്റെ വഴിയിൽ നിന്ന് വിടാതിരുന്നാൽ മതി.
റബ്ബിന്റെ വഴി എന്ത് പരീക്ഷണം വന്നു എന്ത് വന്നാലും അവിടെ മൂല്യാരടുത്ത് പോയി വെക്കുക, ഇവിടെ ഹാലിയാരടുത്ത് പോയി വെക്കുക, അവിടെ ഒരു മുട്ട ഇറക്കുക. എനിക്ക് അതിനെ കുറിച്ച് അറിയായിട്ടാണ് ഇപ്പൊ മുജാഹിദ് ആയതുകൊണ്ടാണ്, സുന്നിയാണെങ്കിൽ ഒരുപാട് ഏർപ്പാടുണ്ടാവുക പറയാം. അപ്പൊ നമ്മളും വിചാരിച്ചു ശരിയാട്ടോ, അപ്പൊ നമ്മൾ മുജാഹിദ് ആയതുകൊണ്ട് മുജാഹിദ് ആയതുകൊണ്ട് 5 പൈസന്റെ ചെലവില്ല, കഴിച്ചാൽ പൊന്നിച്ച പടച്ചോനെ പരീക്ഷണാണ് ഇജ്ജ് തരുന്നത് എന്തും വാങ്ങാൻ ഞാനും എന്റെ കുടുംബവും തയ്യാറാണ്, റബ്ബേ കാക്കണേ. 5 പൈസക്ക് ചെലവില്ല, ഒരാളോട് ദ്വാർക്കാൻ പറയിപ്പിച്ചിറക്കണ്ട, അതിന് പൈസയും കൊടുക്കണ്ട. നിങ്ങൾ എന്താണ് ഏകദൈവ വിശ്വാസിക്ക് ഏറ്റവും അടുത്തവൻ അള്ളയാണ്. കുല്ലൻ യുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കൂ, റബ്ബിന്റെ രേഖപ്പെടുത്തുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ എനിക്കും എന്റെ കുടുംബത്തിനും ഒന്നും വരുന്നില്ല. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ സംരക്ഷകൻ. അല്ലാഹുവിലാണ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വരവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് കൂടുതൽ സ്നേഹവും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനിൽ അഭയം തേടുവാനും നമുക്ക് കഴിയണം. നമ്മളിപ്പോ 2 ദിവസം നോമ്പ് നോറ്റു, 2 ദിവസം നോമ്പ് നോറ്റു അല്ലെ? ആ നോമ്പ് നോറ്റ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരൻ ചായ വിളിക്കാം, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ അല്ലേ നോക്കിങ്ങള്, അവൻ അമുസ്ലിമാണ്. എന്നാലും നിങ്ങൾ റമളാനിലെ നോമ്പ് ഒരിക്കൊക്കെ അറിയാം, ഇത് അറിയാത്തതാ. അപ്പൊ നമ്മള് എടാ എനിക്ക് നോക്കൂ, നിങ്ങൾ അതിനോടുള്ള ഒരു ആദരവ്. പട്ടിണി കിടക്കണവൻ എന്തിനാ ആദരിക്കണേ? പട്ടിണി കിടക്കണവൻ അവൻ ദൈവപ്രീതി ഉദ്ദേശിച്ചു കൊണ്ടുപോകാൻ പട്ടിണി കിടക്കുകയാണ് എന്ന ആ ബഹുമാനമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ വിശ്വാസിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം എന്താ? ഇബാദത്ത് വർദ്ധിപ്പിക്കുക, ഇബാദത്ത് കുറയ്ക്കല്ല. നമ്മളെയൊക്കെ കട്ടിൽ, ഇങ്ങനെയല്ല കേട്ടോ പറയണേ, നമ്മളെയൊക്കെ കട്ടിലും കടക്കൊക്കെ ആകെ അമ്പിപ്പോയിക്കണം, കിടന്ന് പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഭാര്യനോട് ചോറായിരുന്നു, അപ്പൊ ചോറ് വയ്ക്കാൻ പോയി, പിന്നെയും വന്ന് കിടന്ന് അല്ലേ? എന്നാ നിങ്ങളത് അങ്ങനെയല്ലല്ലോ. ക്യാമ്പ്, ക്ലാസ്, ജോലിക്ക് പോണ്, അത് കഴിഞ്ഞ് വന്ന് ജമാഅത്തിന് പോണ്, നിസ്കരിക്കണ്, അത് കഴിഞ്ഞ് വന്ന് ഉറക്കിങ്ങനെ തൂങ്ങി വരുന്നുണ്ടാവും. ഈ കിടക്കണവന്റെ കഥ എന്താ? ഉറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ പെൻഡിങ്ങിലുള്ള ഒന്നുമില്ല, ഉറങ്ങി വന്നു, പിന്നെ ആണ്ട് തിരിഞ്ഞിറന്ന്, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിറന്ന്, പിന്നെ 1 മണിക്ക് എഴുന്നേറ്റിട്ട് വെറുതെ ഇങ്ങനെ ഈ രീതിയിൽ നടക്കുക, 2 അടിക്ക് നടക്കുക. അപ്പൊ ഭാര്യ ചോദിക്കുന്നത് പിരാന്തയിക്കണോ അല്ലേ? അത്രയ്ക്കുള്ളൂ. എന്നാലോ അപ്പൊ നമ്മളെ വിചാരം എന്താ? ഓന് ഭയങ്കര സുഖം. ഈ സുഖിക്കണോലെ കഥ എന്താ? മനസ്സിനും സമാധാനമില്ല, അസ്വസ്ഥതയില്ല. എന്നാൽ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഓഫീസ് അടിച്ചു വരാൻ പോകും. അത് കഴിഞ്ഞാൽ അയാള് ഒരു ഹോസ്പിറ്റൽ അടിച്ചു വരും. ഹോസ്പിറ്റൽ അടിച്ചു കഴിഞ്ഞിട്ട് അയാൾ പേപ്പർ വിതരണത്തിന് പോകും. അത് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസ് തുറക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഷോപ്പിന്റെ മുൻഭാഗമൊക്കെ വൃത്തിയാക്കും. ദിവസം ഒരു 10-600 ഉറുപ്പ്യക്ക് പണിയെടുക്കും, രാവിലെ ഒരു 11 മണിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്, ആ പള്ളി വൃത്തിയാക്കി അതൊക്കെ അടിച്ചു വരി അവിടെ ബാങ്കൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് സുഖസുന്ദരായിട്ട് നല്ല ആരോഗ്യത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വലിയ മുതലാളിയാണ്. വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മുതലാളിയാണ്. സ്കൂളും ഒക്കെ ഉണ്ട്, കോളേജും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഒരു 2 ആൾ ഇരിക്കുകയും, 2 ആളിങ്ങനെ ഒന്നിച്ചിരിക്കും. ഇതെന്താ രാവിലെ തിന്ന്? എന്താ മോനെ, എനിക്ക് പ്രഷറാണ്, ഷുഗറാണ്, കൊളസ്ട്രോളാണ്, ഒന്നും തിന്നാൻ പറ്റില്ല ഒന്നും. അപ്പോ അനിയനോട് ചോദിക്കും, ഇതെന്ത് തിന്നെ? ഞാൻ പഴവെള്ളം നിറച്ച് പൂളയും മത്തി. കാരണം എന്താ? അവന് 35 ഉറുപ്പ്യ കൊടുത്താൽ മൂപ്പരുടെ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ പൂളയും മത്തിക്കറി ഉണ്ട്. അത് നല്ലോണം ഇഷ്ടം പോലെ തിന്ന് എന്നിട്ട് പറയേ, എന്താ കാര്യം? മുതലുണ്ടായിട്ട് 6 ഓപ്പറേഷൻ കഴിഞ്ഞ അടയാളം പള്ളമ്മക്കൂടി വയറമ്മക്കൂടി ഞാൻ എങ്ങനെ കാണുന്നത്? എന്താ കാര്യം? ദിവസം 30 ഉറുപ്പ്യ കിട്ടിയാൽ തിന്നാ ഉറങ്ങാം, ദിവസം 300 കിട്ടിയാൽ തിന്നാ ഉറങ്ങാം, ദിവസം 3000 കിട്ടിയാൽ തിന്നാ ഉറങ്ങാം, ദിവസം 30,000 കിട്ടിയാൽ തിന്നാൻ നേരണ്ടെങ്കിൽ തിന്നാ ഉറങ്ങാൻ നേരണ്ടെങ്കിൽ ഉറങ്ങാം, ദിവസം 3 ലക്ഷം ഉറുപ്പ്യ കിട്ടിയാൽ തിന്നാനും നേരം ഉണ്ടാവില്ല, ഉറങ്ങാൻ നേരം ഉണ്ടാവില്ല. അതേ ഉള്ളൂ ആകെ തുക. എന്നിട്ടോ എല്ലാവരും കൂടി ഞാൻ 3 മയ്യത്ത് വരിക, ലക്ഷപ്രഭുവിന്റെ, കോടീശ്വരൻ്റെത്, കൂലിപ്പണിക്കാരൻ്റെത് ഒക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് തന്നെയാ, എല്ലാവരും അങ്ങോട്ട് തന്നെയാ. ഒരുത്തം ദുബായിക്ക്, ഒരുത്തം അമേരിക്കക്കൊന്നും പോലില്ല, ഒക്കെ അവനാന്റെ മഹലിലെ ഖബർസ്ഥാൻ. എവിടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെ വന്നോ എല്ലാവരും ഒരേപോലെ.
ഒരേപോലെ തന്നെ അവിടുന്ന് പോകുന്നത്. അപ്പോ ആരിലാണ് നമ്മൾ അഭയം? വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലന്ന അള്ളയാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നൽകിയത്, അള്ളാഹുവാണ് മഴ നൽകിയത്, അള്ളാഹുവാണ് വിപത്ത്. പിന്നെ ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ലിഹി, എന്നിൽ നിന്ന് എന്റെ ദുരിതം മാറ്റാൻ അള്ളയല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതല്ലെങ്കിൽ എനിക്ക് കാരുണ്യം നൽകാൻ അള്ളാഹ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ആരെങ്കിലും പിടിച്ചു വെച്ചത് നൽകാനോ നൽകുന്നത് നിർത്തിവെച്ചാലോ തരാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഭരമേൽപ്പിക്കുന്നവൻ തവക്കൽതു അലല്ലാഹ് എന്നാണ് ഭരമേൽപ്പിക്കുക. ആശുപത്രി വിഷമം, മകളെ പ്രസവത്തിനാക്കിയിട്ടുണ്ട് ആശുപത്രിയില്ല. നിങ്ങളെ എവിടെ ഊഹറിന് ജമാഅത്തിന് നമ്മൾ വന്നു, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ആൾ ചോദിക്കുക, അല്ല എന്താണ് വിശേഷത്തെ? സുഖം തന്നെയാണ്, മോള് ഇങ്ങനെ ആശുപത്രിയിലുണ്ട്, പിന്നെ എന്താണ് പ്രസവത്തിനാണ്. എന്നിട്ട് നിങ്ങൾ ജമാഅത്തിന് വന്നിട്ടില്ല? ചിലത് അങ്ങനെ ചോദിക്കുക. മോള് അവിടെ ആശുപത്രിയിൽ ഓപ്പറേഷന് കാത്തുക്കുമ്പോ നിങ്ങൾ ഇവിടെ ജമാഅത്തിന് വന്നൊക്കെയാണോ? നിങ്ങൾ ഇന്നെന്താ പ്രത്യേകം? ഒന്നുമില്ല, ഇന്ന് മോളെ നിക്കാഹാണ്, എവിടെ ഓഡിറ്റോറിയത്തിൽ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ജമാഅത്തിന് വന്നിക്കുക? അങ്ങനെ ഇതൊന്നും ആവുമ്പോ എന്നാലോ അയാള് ജമാഅത്തിന് വരുന്നെന്താ അറിയോ? പടച്ചോനെ, ഞാൻ ലൂറൊക്കെ നിസ്കരിച്ചു എന്റെ കുട്ടിന്റെ, അല്ല ഇയാൾക്ക് ഓപ്പറേഷൻ നടത്താനാവുമോ? ഇയാൾക്ക് ആകെ കയ്യിൽ വേർക്കാനല്ലേ? ആ വേർക്ക. ഒരു കല്യാണം നടത്തുന്നു, ആ കല്യാണം നിക്കാഹ് ബിസ്മിയൊക്കെ ചൊല്ലി കൊടുത്തിട്ട് മൂപ്പര് ജമാഅത്തിന് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് മൂപ്പരെന്താ പറയണേ? പടച്ചോനെ, എന്റെ മോളെ കല്യാണം കഴിഞ്ഞിരിക്കണേ, അത് ഈ ബർക്കത്താക്കി കൊടുക്കണേ എന്ന് നമ്മളെന്താ വിചാരിക്കറിയോ? ഇതൊന്നും ആവുമ്പോ അള്ളാഹിറ്റൊരു ബന്ധം ഒരാഴ്ചക്ക് ഉണ്ടാകരുതെന്ന. നിക്കാഹ് കഴിഞ്ഞ പുതിയാപ്പള നിസ്കരിച്ചാൽ വന്നാ പറയാ, ചങ്ങായി എനിക്ക് അണിമൂണൊന്നുമില്ല, ഇവിടെ പള്ളിക്കന്ന് ദിക്റില്ലേ കുത്തിർക്കാന്നാ ചോദിക്കാം. എല്ലാം ഒഴിവാകുമ്പോൾ എടുക്കാനുള്ളതാണ് പടച്ചോന്റെ ഭാഗം. അല്ല, തിരക്കുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടത്. തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പരീക്ഷണത്തിനും പ്രയാസത്തിനും വിധേയമാകുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല അവസാന കാലത്ത് ഹർജുകൾ വ്യാപിക്കും. കൊലപാതകങ്ങളും തിന്മകളും വൃത്തികേടുകളും. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ വ്യഭിചാരം കാണുമ്പോൾ വ്യഭിചരിക്കുന്നവരോട് പറയലോ, കുറച്ചൊന്ന് ആട്ടോ അങ്ങോട്ടോ മാറിങ്ങാണ്ട് ചെയ്തുകൂടക്കളയത്. അങ്ങനത്തെ കാലം വരും. റസൂലെ, ഞങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? നിങ്ങൾ ഇബാദത്ത് വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. മാത്രമല്ല, നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം, നിസ്കാരം വലിയൊരു ഇബാദത്തല്ലേ, ആ നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാർക്കണം? ആലോചിച്ചു നിങ്ങൾ. വിശ്വാസി എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. കയ്യിൽ തീക്കണൽ കൊണ്ടു നടക്കുന്നവനെ പോലെ വേണം വിശ്വാസം കൊണ്ടിറക്കാൻ. അത്രയും ഗതികേടാണ്. അപ്പൊ കണ്ടില്ല നിങ്ങൾ, നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റാൽ പിന്നെ നമ്മൾ റേഷൻ കാർഡ് എടുത്തു വെക്കുക. അപ്പൊ റേഷൻ കാർഡിന്റെ അടിയിൽ എഴുതിക്കണമെന്നറിയില്ല, ഇത് പൗരത്വ രേഖയല്ല. നമ്മൾ അക്ഷയിൽ നിന്ന് കിട്ടുന്ന എല്ലാ രേഖന്റെ ചോട്ടിലും എഴുതി വെച്ചത് പോലെയാണ് ഇപ്പൊ തോന്നുന്നത്. ഇത് പൗരത്വ രേഖയല്ല, പാസ്പോർട്ട് പൗരത്വ രേഖയല്ല. ഇതൊക്കെ ആരെ അറിയോ? ഇതൊന്നുമില്ല. റബ്ബിൽ നല്ല ഉറച്ച് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ ഇളിച്ചു വെക്കുകയാണ്. ഇങ്ങനെ ഇളക്കോ, ഇത് പതറോ. അത് ഈ രാജ്യത്ത് പൗരത്വ രേഖ ഏതാന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്കറിയില്ല. ഇതൊന്നുമല്ല. നിങ്ങൾ അമേരിക്കയിൽ ചെന്നാൽ ഒരു ചോദിക്കും, സിറ്റിസൺഷിപ്പ് ഇന്ത്യ. നമ്മളെ ഈ രാജ്യത്ത് നിന്ന് വേറെ ഏത് രാജ്യത്ത് പോയാലും ഇന്ത്യൻ പൗരനാകാം, പാസ്പോർട്ട് മതി. എന്നാൽ ഇവിടെ അത് പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ പറ്റായിട്ടല്ല, ഇത് ഇളക്കി വെക്കുന്നത്. ഇങ്ങനെ നേരം വെളുത്താൽ ഇളക്കി ഇങ്ങനെ നോക്കുക. ഈ കൗമ് റബ്ബിലുള്ള വിശ്വാസം ഒന്ന് വിടുവോന്ന് നമുക്കുണ്ട പേടി. ഇവിടെ ഈ ഭൂമിയിൽ ഈ ജീവിക്കുമ്പോ ഇവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്തായാലും ഇവിടെ ജനിച്ചോലല്ലേ, അതിനിവിടെ ജീവിക്കും. അതിനിവിടെ അള്ളാഹു മരിക്കാൻ തൗഫീഖ് തരും. അത് നമ്മളുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്ര നേതൃത്വവും അതൊക്കെ വകവെച്ച് തരും. അതിന്റെ ഇടയ്ക്ക് ചേർത്ത് അങ്ങനെ ഇളക്കി വെക്കുന്നുള്ളൂ. അതിനെ ബേജാറാണ്. അപ്പൊ ഇങ്ങനത്തെ പരീക്ഷ നീ നൽകിയത് തടുക്കാൻ ഒരാൾക്കും കഴിയൂല, നീ തടുത്തത് നൽകാനും ഒരാൾക്കും കഴിയൂല. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയണേ? നീ തടുത്തത് നൽകാനും ഒരാൾക്കും കഴിയൂല,
നീ നൽകിയത് തടുക്കാനും ഒരാൾക്കും കഴിയൂല റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നിസ്കാരത്തിന് ശേഷം നമ്മൾ നിസ്കരിച്ചെഴുന്നേൽക്കുന്നത്. അപ്പൊ അള്ളാഹുവിന് പുറമെ ഒരാളോടും തേടാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കുന്നവൻ അള്ളയാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു വിശ്വസിക്കണം. അത് നമ്മളുടെ മനസ്സിൽ രൂഢമൂലമാകുമ്പോഴാണ് നമ്മൾക്ക് ദുഃഖമില്ലാതിരിക്കുക. നമ്മളുടെ ദുഃഖത്തെ യാ അല്ലാ യാ അല്ലാ. നമ്മൾ റോട്ടിൽ ഒരു വണ്ടി തട്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, വണ്ടി തട്ടി ഇങ്ങനെ കിടക്കുകയാണ്. വണ്ടി തട്ടി കിടക്കുമ്പോൾ ഇതിലൂടെയൊക്കെ രക്തം വരുന്നുണ്ട്. എന്ത് ആര് കിടക്കുകയാണെങ്കിലും ആളുകൾ എന്താ കൊടുന്നേരാ? അത് പറയും. ആളുകൾ എന്താ കൊടുന്നേരാ? വേഗം നമ്മളെ വായിലേക്ക് ഒഴിച്ചേരെന്താ? ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വെള്ളം. ആ ശുദ്ധിയോടുകൂടിയുള്ള വാക്യത ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരും ഒരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് മരിക്കുന്ന നേരത്ത് വെള്ളം ബിരിയാണിയിൽ മന്തിന്റെ പീടിയന്റെ മുമ്പത്തേക്കാൾ എന്നാ 2 മന്തിന്റെ അരി തൊള്ളിയിട്ട് തിരികെ തരുമോ? ഇല്ല. ശുദ്ധമായ വെള്ളം ഏതൊരു മനുഷ്യനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാ. അതുപോലത്തെ ശുദ്ധമായ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതായിരിക്കണം. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. നമ്മൾ ഓർക്കണം, സമയമായാ പറയണം, വിവരം തരണം കേട്ടോ. അങ്ങനെയല്ല, ആൾക്കാർക്ക് വെസ്റ്റ് ഉണ്ടാവും, ഷുഗറുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. കാരണം അവർക്കൊക്കെ മരുന്നുണ്ടായിട്ടൊക്കെ കൃത്യമുള്ള. അപ്പോ 10 മണിക്ക് അവസാനിപ്പിക്കാം അല്ലെ? അങ്ങനെയല്ല നിങ്ങളെ കണക്ക് അംശം. അപ്പോ നമ്മൾ വിഷമിച്ച് വിശ്വാസിയുടെ മുഖം എപ്പോഴും തിളക്കമുള്ളതായിരിക്കും, എപ്പോഴും തിളക്കണ്ട. കണ്ടോ, റബ്ബിന്റെ വഴിയിൽ സഞ്ചരിക്കണോനും മുഖം സങ്കടപ്പെട്ടാൽ പിന്നെ ഇവിടെ ആരാണ് മുഖം തെളിഞ്ഞു കാണാനുണ്ടാകുക? അപ്പോ നമ്മൾ അതിന്റെ അടയാളമാകണം. വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എല്ലാ റഹ്മത്തും നിഅമത്തും അല്ലാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഇപ്പൊ നമുക്ക് മഴ 2-3-4 ദിവസം മഴ പെയ്തപ്പോ ആൾക്കാർ എന്തൊരു മഴയത് കഴിഞ്ഞു പോയി ഇല്ലേ? ഇപ്പൊ നമ്മളെന്താ പറയുന്നത്? അല്ല മഴ ഇല്ലേ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അള്ളാന്റെ നിയമത്തെ എപ്പോഴും വാക്കുകൊണ്ടും നാക്കുകൊണ്ടും പടച്ചോനെ പരീക്ഷിക്കരുത് കേട്ടോ. മഴ നമുക്ക് കിട്ടുന്നതും പരീക്ഷണമാണ്. മഴ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് കൃഷി നശിക്കാൻ പോലുമുള്ള മഴ വർഷിപ്പിച്ചല്ല പരീക്ഷിക്കുന്ന. പേരും മഴ തന്നിട്ട് എല്ലാം ഒലിച്ചു വെച്ചും പരീക്ഷിക്കും, വരൾച്ച കൊണ്ടും പരീക്ഷിക്കും. അപ്പോ പരീക്ഷണങ്ങളും നിഅമത്തുമൊക്കെ അള്ളാഹുവിൽ നിന്ന് ഒക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അൽഹംദുലില്ലാഹ്. എന്നാലും രണ്ടാമത്തേത് ഫക്കിർ വഷ്കുർ. നീ ചിന്തിക്കുക, നന്ദി കാണിക്കുക. ചിന്തിക്കുന്നത് എന്തിനായിരിക്കണം? ആര് തന്നു? റബ്ബ് തന്നതാണ്, നിഅമത്താണ്. നമ്മൾ ഇപ്പൊ അൽഹംദുലില്ലാഹ്, നിങ്ങളെ നാട്ടിൽ അങ്ങനെ വ്യത്യാസമല്ല. ചില നാട്ടിലൊക്കെ സമ്പത്തുള്ളവരൊന്നും ക്യാമ്പിന് വരില്ല, അത്യാവശ്യം പൈസയും പള്ളിയിലുള്ളവരൊന്നും ക്യാമ്പിന് വരില്ല. അവിടെ പോയി നോക്കിയാൽ നീലക്കാട്, മഞ്ഞക്കാട് ഒക്കെ. സ്ത്രീകളെ കൂട്ടത്തിൽ ജുമാക്ക് വരുന്ന വെള്ളക്കാടുള്ള ഒരൊറ്റ പോലെയൊന്നും ജുമാക്ക് വരില്ല. പിരിവ് വേണ്ടി തരും, 1000 രൂപ, 1500 രൂപ. അങ്ങനത്തെ പേരേക്ക് പിരിവിന് പോയത് ഓരോട് പറയാം, പള്ളിക്കൊക്കെ വരി. കാരണം അറിയോ, പിരിവിന് കൂലില്ല എന്നല്ല പറയണേ. ഈ പിരിവ് കൊണ്ട് അവരെന്ത് വിചാരിക്കും? ഞങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ചെയ്തതൊക്കെ ചെയ്തല്ല. അല്ല, കല്യാണത്തിനൊക്കെ നമ്മൾ പിരിവ് കൊടുത്തിട്ട് കാര്യമുണ്ട്. അവിടെ പോണ്ടേ? അവിടെ പോയി ആ സഭയിൽ പോയി ആ വലീമത്ത് സദ്യ കഴിക്കുമ്പോഴല്ലേ നമ്മൾ അതിന്റെ ആളാകുന്നത്. അള്ളാന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച നമ്മളെല്ലാവരും കുടുംബസമേതം വരുന്നേ, ക്യാമ്പിന് വരുന്നേ, ക്ലാസ്സിന് വരുന്നേ. അതിന്റെ ഇടക്ക് മരിച്ചെന്ന് കേൾക്കുമ്പോ ഒരു സമാധാനം. എവിടെ പോയി മരിച്ചാലും തീരെ വന്നില്ലേലും ഇവിടെ കൊടുന്നൊക്കെ നാളെ വെള്ള തുണി പോയിങ്ങാണ്ട് ഇവിടെ കൊടുന്നോക്കുമ്പോ പിന്നെ ഹാലിയാര് പറയില്ലേ, ഇതുവരെ പള്ളിയിൽ വരാത്ത ആയിഷാബിദാത്താനെ മയ്യത്താണ്. ഞാൻ ആയിഷാബിദാത്തുണ്ടെങ്കിൽ ബേജാറായിട്ടേ ഞാനൊരു പേര് പറഞ്ഞതാ അല്ലേ. മറ്റേത് അങ്ങനെയല്ല ഉസ്താദ് പറയാ, എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് വരുന്ന ആയിഷാബിത്തായുടെ മയ്യത്താണിത്. അതല്ലേ പോലീസ്. അല്ല തീരെ ഈ വൈക്ക് വരാത്തവര് പിന്നെന്തിനാ ഇവിടെ കൊടുന്നിച്ചിട്ട് ചോദിക്കില്ല നാട്ടുകാർ. അവൊക്കെ ഇങ്ങോട്ട് ഈ പൈസ ഉണ്ടോ ഇല്ലേ, ജോലി ഉണ്ടോ, വലിയ കളക്ടറാണോ, കൂലിപ്പണി, ഒന്നുമില്ല. അള്ളാന്റെ പള്ളി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളടുത്ത് ബസ്സിൽ ഏതെങ്കിലും ഒരു ബംഗാളി വന്നിരുന്ന എല്ലാവരും അവിടെ നീച്ചു നോക്കുക. നമ്മൾ അങ്ങനെ തോന്നിയിരിക്കണം ഇതുവരെ? നിങ്ങളെ നാട്ടിൽ വന്നുകൂടി ഒരു ബംഗാളി നിസ്കരിച്ചാൻ വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഓനോടുള്ള സമീപനം മാറി വന്നത് അറിയോ?
എങ്ങനെയല്ലോ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ നല്ല കണ്ടും പോച്ചി നിൽക്കുമ്പോഴേക്കാരോ സിമെന്റും പൊടി വെച്ച് അല്ലാഹു അക്ബർ പറഞ്ഞു പടി വന്ന് നിൽക്കണേ ഉന്താൻ പറ്റുമോ? ഇല്ല, അള്ള പറഞ്ഞു നിൽക്കട്ടെ അവിടെയാണ്. അങ്ങനെ ഒരിക്കൽ വന്ന് നിൽക്കാൻ അവകാശപ്പെട്ടു. നിന്ന് 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 നമുക്ക് അവസാനം തോന്നി ഇവനെ ഒഴിവായി പോകില്ല, എന്തായാലും ഓനെ നമ്മളെ മല്ലിൽ കൂട്ടാ. അങ്ങനെ ആയിപ്പോയതാ അത്. അല്ലാതെ നമ്മളെ ഇതുകൊണ്ടൊന്നും ഓലെ പറ്റിപ്പോയതല്ല. നമുക്ക് നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒരു വെള്ളം ചോദിച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കണത്, നമ്മളെ വീട്ടിൽ പണിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നുണ്ടാ, അത് അള്ള നമ്മളെ ഈ നൃത്തത്തിൽ പഠിപ്പിച്ചതാ. അപ്പൊ പള്ളിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, പള്ളിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും ചിന്തിക്കാനും ഉണ്ടാവുക. നമ്മൾ എപ്പോഴും ഈ വായിക്കുന്ന കുട്ടികളോടും പറയാണ് ഇസ്ലാമിനെ നിരാകരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇസ്ലാമിനെ നിരാകരിക്കുന്ന, നമ്മൾ വിചാരിക്കേ ഇസ്ലാമിനെ നിരാകരിക്കുന്നവരുടെ എണ്ണം കൂടി വരിക എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കണവനാണ്. നമ്മളെ മോനോട് ചോദിച്ചോ എന്റെ വാപ്പാരാ, ആരാപ്പന്റെ വാപ്പ? ഇസ്ലാമിനെ മാത്രല്ല, വാപ്പാനെയും തിരസ്കരിക്കുകയാണ്, ഉമ്മാനെയും തിരസ്കരിക്കുകയാണ്, പഠിപ്പിക്കണ മാഷ കത്തിരുത്ത് കുത്തുക. അതിലൊക്കെ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടോ? അതേ ആ സന്തോഷം തന്നെ മതം തിരസ്കരിക്കുമ്പോഴും വേണ്ടതുള്ളൂ. എക്സിസ്ലം എസ് മുസ്ലിമാണെന്ന് പറഞ്ഞിറക്കണ്ട. ഇതൊക്കെ ഒരു കെട്ടയ്യാൻ നിന്നാൽ എല്ലാ കെട്ടുവയ്യും. പക്ഷേ ആ ഒരൊറ്റ ഉറച്ച കെട്ടാണ് ഇസ്ലാമാകുന്ന പാശ. അപ്പോ നമ്മളുടെ വയറിൽ എന്താണ് നടക്കുന്നതെന്നും തലയിൽ എന്താണ് നടക്കുന്നതെന്നും ചിന്തിച്ചോളി എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കണ പുസ്തകവും നമ്മൾ കേൾക്കണ ചിന്തയും ഒക്കെ ഒരു ഇസ്ലാമികമായ ദഅ്വാ പ്രബോധനത്തിന്റെ ഗുണം നമ്മൾക്ക് എപ്പോഴാണ് വരുന്നറിയോ? ഒരു കല്യാണം നിശ്ചയിക്കപ്പെട്ടിട്ട് വരനും വധുവും ഒക്കെ കണ്ട് അത് ഉറപ്പിക്കപ്പെട്ടിട്ട് പിന്നെ വധു പറഞ്ഞു ആ കല്യാണം നമുക്ക് വേണ്ട. അപ്പോ മോളോട് ചോദിച്ചാലോ വാപ്പ എന്തായിരുന്നു? അത് വാപ്പയെ നിങ്ങള് അങ്ങനെ നാട്ടിലൊന്നും പ്രശ്നമല്ല, ഇൻസ്റ്റാഗ്രാമിൽ അവിടുത്തെ ഉമ്മയും അവിടുത്തെ മോളും തലയിൽ തട്ടടാതെ ഡാൻസ് എടുത്തത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടാണ്. ബാപ്പാക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ എന്താ അറിയില്ല, പക്ഷെ അവിടുത്തെ ഉമ്മാക്കും കുട്ടിക്കും അതറിയാം. ഇൻസ്റ്റാഗ്രാം. അപ്പൊ പെൺകുട്ടിയോട് പറഞ്ഞു വാപ്പേ അതിപ്പോ കാര്യാക്കണ്ട, അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അല്ല വാപ്പേ അത് 25,000 ആള് കണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. എന്തായി? എവിടെ എത്തി? അതായത് നമ്മളുടെ സൗകര്യങ്ങൾ കൂടുമ്പോ തിന്മയിലേക്ക് കൂടുതലല്ല നമ്മൾ വേണ്ടത്. നമുക്ക് സാങ്കേതികതയും വൈഫൈയും ഫോണും ഒക്കെ ഉണ്ടാവുമ്പോ ഇസ്ലാമിയത്തുക്കും അള്ളാഹുവിന്റെ വഴിയിലേക്കും നമ്മൾ അടുക്കുക. ഖുർആൻ കേൾക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഖുർആൻ പരീക്ഷയ്ക്ക് ഹാജരാകാൻ, അതിനൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ സൗകര്യപ്പെടുത്തുക. എന്ത് വിഷമകരമായ സാഹചര്യവും മധുരമുള്ളതാക്കി തീർക്കാം. നമ്മളെ പുരയിൽ ഒരു അതിഥി വന്നു, അയാൾക്ക് നമ്മൾ ഈ ചെറുനാരങ്ങ മുറിച്ചുകാണ്ട് കൊണ്ടേ കൊടുത്തു. അതിഥി വന്നപ്പോ ഒരു 5 ചെറുനാരങ്ങ പീടിയെന്ന് കൊടുന്ന് അത് മുറിച്ചാടെ കൊണ്ടേ കൊടുത്താൽ എന്തായി? അതേപോലെ അത് എടുത്ത് പിഴിഞ്ഞ് വെള്ളത്തിൽ കലക്കി അതിൽ പഞ്ചസാര ഇട്ട് കൊണ്ടേ കൊടുത്താൽ അതൊരു മധുര പാനീയമാണ്. നേരെ മറിച്ച് ഈ നാരങ്ങ എടുത്തുകാണ്ട് നക്കിയാൽ ചെറും പുളിയാണ്. നമുക്ക് റബ്ബ് എന്ത് പരീക്ഷണം തരുമ്പോഴും ആ പരീക്ഷണത്തെ വെള്ളമൊഴിച്ച് അതിൽ മധുരമിട്ട് അള്ളാഹ് എനിക്ക് തന്നതാണ്, എനിക്കും എൻ്റെ കുട്ടികൾക്കും അല്ലാഹുവേ ശിഫ നൽകണേ റബ്ബേ. അങ്ങനെ നമ്മൾക്ക് രോഗം വന്ന് നമ്മൾക്ക് എന്തോ ഒരു തോന്നല്. ഞാൻ എൻ്റെ എറണാകുളം ജില്ലയിലെ അനുഭവം ഞാൻ പറയാം. ഒറ്റ അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഉബൈസ് എന്ന് പറയുന്ന പൊതിയിൽ എന്നാണ് അവൻ്റെ വീട്ടുപേര്, പെരുമ്പാവൂർ. അപ്പൊ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കുടലിന്. അങ്ങനെ ഒരു 5 ഞായറാഴ്ച മുമ്പ് ഞാൻ എറണാകുളത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ അവനെ കരഞ്ഞ് അൻവർ സാദത്ത് ഹോസ്പിറ്റലുണ്ട്, അവിടെ ഒരു പാലിയേറ്റീവ് കെയർ, അവിടെ കാണാൻ പോയപ്പോൾ വളരെ സുമുഖനും സുന്ദരനുമായി കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഇടവണ്ണ ജാമ്യയിൽ ഒന്നിച്ചു പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് മോളെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് വളരെ 1.5 മണിക്കൂർ നേരം ഞങ്ങൾ ഇന്ന് സംസാരിച്ച് ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ വിവരം കിട്ടി അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാനിങ്ങനെ ചെല്ലുമ്പോ ജനലിന്റെ ഉള്ളിൽ കൂടി +2 കഴിഞ്ഞ മോള് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് ജോഹർമുലി വരുന്നുണ്ട്.
അപ്പൊ ഞാൻ ജാമ്യയിൽ 2 കൊല്ലം പഠിച്ചു പോകുന്ന ഒരു വീട്ടിൽ ഇപ്പൊ ജൗഹർ മൗലവിനെ അറിയാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പൊ ഞാന് വന്നപ്പോ ഭാര്യയും ഉപ്പയൊക്കെ ഇരിക്കല്ലേ ആശുപത്രിയില്. ഞാൻ ചോദിച്ചു എങ്ങനെയാ അറിഞ്ഞ്? അത് ഞങ്ങൾ വീട്ടില് വാപ്പ ജോലി അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് നമ്മുടെ സൗത്തിലെ മെട്രോന്റെ അടുത്ത്. അത് കഴിഞ്ഞ് വന്നാൽ ഞങ്ങള് ദീനിയായ എല്ലാ പ്രഭാഷണവും ഞങ്ങൾ ഇരുന്ന് കേൾക്കുന്നു. അങ്ങനത്തെ ഒരു വഫാത്തായി പോകുമ്പോ ആ സമ്പത്ത് തന്നെയാണ് ആ മക്കൾക്ക് അപ്പ കൊടുത്തിട്ടുള്ളത്. ദീൻ എന്ന സമ്പത്ത് മുഖമക്കനയിട്ട് ആ ബെഞ്ചിലിരിക്കുന്ന മുഖം എന്ന് എനിക്ക് ആ മോളെ ഓർമ്മ വരികയാണ്. ഞങ്ങൾ ഇടക്ക് വിളിക്കാറുണ്ട് മോളെ വിദ്യാഭ്യാസമായിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് എത്ര ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുക. നമ്മളെപ്പോ കണ്ണ് ചിമ്മും എന്ന് അറിയില്ല. അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും റബ്ബുൽ ഇസ്സത്ത് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. റബ്ബിനെ തവക്കുലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം ബാധിച്ച ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വഫാത്തായവരുടെ പാരത്രികമായ ജീവിതം, ബർസഹി ജീവിതവും പാരത്രികമായ ജീവിതവും അള്ളാഹു സന്തോഷപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹു വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജർ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.